ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമാണ്. അപ്പൊ എല്ലാവരും സന്തോഷത്തിന് നല്ലൊരു കൈയടിച്ചാൽ നമുക്ക് ക്ലാസ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് വൈ. എന്തിന് നമ്മൾ മീറ്റിങ്ങിന് വന്നു, എന്തിന് നമ്മൾ BNI ജോയിൻ ചെയ്തു? നമുക്ക് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും വൈ എന്ന ചോദ്യത്തിന് ഉത്തരം അറിയെങ്കിൽ നമ്മൾ വളരെ സ്മാർട്ടാണ് എന്നുള്ളതാണ്. അത് അറിഞ്ഞൂടെങ്കിൽ നമ്മൾ അത്രയൊന്നും സ്മാർട്ട് അല്ല. അതുകൊണ്ട് വൈ എന്നത് നമ്മളൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ചർച്ച ആ വൈകളെ കുറിച്ചാണ്. വരികളല്ല, വൈ, WHY. അപ്പൊ അതിലോട്ട് വരുമ്പോഴേ നമ്മള് BNI മീറ്റിംഗിൽ എന്തിനാ പങ്കെടുക്കുന്നത്? ആരാ പറയാ? ഹംസ സാർ എന്തിനാ പങ്കെടുക്കുന്നത്? പർപ്പസ് പൊതുവെ ഒന്ന് എല്ലാ നിലക്കും ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അതായത് കൈയെടുക്കാം. നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരിക. നമ്മൾ ലക്ഷ്യം വെക്കാത്തത് ഒന്നും നമ്മൾ വരില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആണ് നമ്മൾ BNI ലക്ഷ്യം വെക്കുന്നത്. BNI ത്രൂ ബിസിനസ് ആണ്. പക്ഷെ ആ ബിസിനസ് ഒരിക്കലും നമ്മൾക്ക് നേരിട്ട് വരില്ല എന്നുള്ളതാണ്. ക്യാഷ് മാതിരി തന്നെയാണ്. ക്യാഷ് ഒരിക്കലും നേരിട്ടല്ലല്ലോ. മണി ഈസ് ഓൾവേസ് എ ബൈ പ്രൊഡക്റ്റ്, ഉൽപ്പന്നമാണ്. നമ്മുടെ പ്രവർത്തനത്തിന്, നമ്മുടെ സേവനത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ക്യാഷ് വരുന്നത്. അപ്പൊ അതിലോട്ട് വരുമ്പോൾ ഗ്രോത്ത് ആണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനം. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗ്രോത്തിന്റെ 80% നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായി ചെയ്യുന്ന 20 ആക്ടിവിറ്റീസിലൂടെ, 20% ആക്ടിവിറ്റിയിലൂടെയാണ്. അതാണ് ഇതിന്റെ ഒരു എളുപ്പം. നമ്മുടെ എന്റർപ്രൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പം ഈ പോയിന്റാണ്. 80% നമ്മുടെ ഗ്രോത്തും നടപ്പിലാക്കാവുന്ന, കിട്ടാവുന്ന 20% ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് BNIയിലൂടെ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, അതെങ്ങനെ നമുക്ക് കിട്ടും? ഒന്ന്, മാർക്കറ്റ് പെനിട്രേഷൻ. വാട്ട് ഈസ് മാർക്കറ്റ് പെനിട്രേഷൻ? എങ്ങനെയാണ് BNI നമ്മുടെ മാർക്കറ്റിൽ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്? നമ്മുടെ ഫസൽ സാറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പെനിട്രേഷൻ, മാർക്കറ്റ് പെനിട്രേഷൻ. സാർ, വാട്ട് ഈസ് മാർക്കറ്റ് പെനിട്രേഷൻ? ചുരുക്കി പറഞ്ഞു. പ്രൊഡക്റ്റ് ശരിക്ക് വളരെ ഉയർന്നിറങ്ങിക്കൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ മാർഗം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റും നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഊർന്നിറങ്ങണം. എക്സാക്ട്ലി. അപ്പൊ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന നമ്മുടെ റെഫറൽ പാർട്ട്നേഴ്സ്. നല്ല കൈയെടുക്കുക. അതൊരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് എന്ത്? മാർക്കറ്റിലേക്ക് ഊർന്നിറങ്ങുക എന്ന് പറയുന്നത്. വെറുതെ ഇറങ്ങിയാൽ പോരാ, എന്നിട്ട് ആയത്തിലേക്ക് ഇങ്ങോട്ട് പോകണം. മാർക്കറ്റ് പെനിട്രേഷൻ. നമ്മളൊക്കെ അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്യപ്പെടുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകാശവാണിയിൽ ഒരു സ്പീച്ച് നടത്താൻ ചാൻസ് കിട്ടിയപ്പോ എനിക്ക് കുറെ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അതേമാതിരി നമ്മളൊക്കെ അവസരങ്ങൾ സൃഷ്ടിക്കുമാണ് ആ പെനിട്രേഷൻ നടക്കുക എന്ന് പറയുന്നത്. മോർ റെഫറൻസ് നമുക്ക് വേണം. റെഫറൻസ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ റെഫറൻസ് കിട്ടാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമ്മൾ 1-to-1 നടത്തുന്ന സമയത്ത് തീർച്ചയായും നമുക്ക് റെഫറൽ കിട്ടും. ഈ 1-to-1 ഒരു വോൾട്ടേജ് ഉണ്ടല്ലോ, ഇതൊരു ഹൈ വോൾട്ടേജ് പ്രോസസ് ആണ് 1-to-1 എന്ന് പറയുന്നത്. ഞാൻ ഹംസക്കായിട്ട് 1-to-1 നടത്തുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഫസൽ സാറുമായിട്ട് 1-to-1 നടത്തുമ്പോ അതിന്റെ ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വോൾട്ടേജാണ്. ആക്ച്വലി ഞാൻ 2 തവണ ഫസൽ സാറുമായിട്ട് 1-to-1 ഇരുന്നിട്ടുണ്ട്. അതിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും എന്റെ മനസ്സിലൊരു സ്പാർക്കായി ഏത് ട്രെയിനിങ് നടത്തുമ്പോൾ അതൊരു സിസ്റ്റമായിട്ട് കിടക്കുകയാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരെയും അത്രയും പവർഫുൾ ആണ്. BNIയുടെ ഒരു പ്രത്യേകത തന്നെ ഇസ് എ പവർ ആൻഡ് വോൾട്ടേജ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ മെമ്പർ. അത് 1-to-1 നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. നമുക്ക് നടത്തിക്കൊണ്ടേയിരിക്കണം. മാക്സിമം 1-to-1 നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോ ആ സിസ്റ്റംസ് ഒക്കെ അവിടെ ഉണ്ടാവും. റെഫറൻസ് കിട്ടുമെന്ന് മാത്രമല്ല, BNI is also about giving a system. സിസ്റ്റമാണ് BNI നമുക്ക് തരുന്നത്. സത്യത്തിൽ വേറൊന്നുമല്ല. ആ സിസ്റ്റം നമുക്ക് വേണ്ടത് എല്ലാം തരും. നമുക്കൊക്കെ ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് പലപ്പോഴും. We are lacking that system. ആ സിസ്റ്റമാണ് BNI സിസ്റ്റം. നമുക്ക് എവിടെയും, വീട്ടിലും ഓഫീസിലും നമ്മുടെ ബിസിനസ്സിൽ എവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ 37 വർഷത്തോളമായി പ്രൂവൻ ആൻഡ് റീപ്രൂവൻ വെൽ പ്രൂവൻ സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. ആ സിസ്റ്റം നമ്മൾ ജസ്റ്റ് കൊണ്ടുവരാൻ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ഇതൊന്നും ചെയ്യാത്തടത്തോളം കാലം നമുക്കൊന്നും മാറില്ല. നമ്മൾ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ക്യാഷ് കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ വല്ലതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. അപ്പൊ അതേമാതിരി നമ്മൾ എഫേർട്ട് എടുക്കണം. നമ്മൾ എഫേർട്ട് എടുത്താൽ കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടാവും. പിന്നീട് അടുത്തൊരു കാര്യം പ്രൊഡക്റ്റ് പ്രസന്റേഷൻ. നമ്മുടെ പ്രൊഡക്റ്റ് പ്രസന്റേഷൻ സ്കില്ല് BNI മെമ്പർ ആയിട്ട് എല്ലാ വീക്കിലും ഇവിടെ വന്ന്
ഈ 30 സെക്കൻഡ് പ്രസന്റ് ചെയ്താലും നന്നായി ചെയ്യിച്ചാവും. പ്രൊഡക്റ്റ് പ്രസന്റേഷൻ എന്ന് പറയുന്ന മാസ്റ്റർ. നമ്മുടെ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യാൻ നമ്മൾ തന്നെയാണ് മാസ്റ്റർ. നമ്മൾ മാസ്റ്റർ ആയാലും നമ്മുടെ ടീമിനെ മാസ്റ്റർ ആക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമുക്ക് ഇവിടെ കിട്ടുകയാണ്. ഇതെല്ലാം നമ്മൾ അറിയാതെ നമുക്ക് ഇവിടെ കിട്ടുകയാണ്. അതുകൊണ്ട് ആ മാർക്കറ്റ് പ്രസന്റേഷൻ പ്രോബ്ലം സോൾവിങ് സത്യത്തിൽ ഓരോ 1-to-1 ഉണ്ടല്ലോ നമ്മുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലങ്ങളാണ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. കാരണം നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു എന്റർപ്രണറാണ്. ഈ എന്റർപ്രണറുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ പഠനം നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ സൊല്യൂഷനാണ്. 1-to-1 എന്ന് പറയുന്നത് ആ പേരിൽ ഒതുങ്ങുന്നതിന് ഭയങ്കര പവറാണ് ആ ഒരു സാധനത്തിന്. അതുകൊണ്ട് അതൊക്കെ ചെയ്താൽ നമുക്ക് ബിസിനസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ വലിയൊരു എന്താ പറയാ അവിടെ സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും. നമ്മുടെ ഫാസിലൂടെയൊക്കെ 1-to-1 ചെയ്തിട്ടുണ്ടാക്കിയ ചാപ്റ്റർ ഉണ്ടാക്കിയ ചേഞ്ച് ഐ റിയലി അപ്രീഷിയേറ്റ് അവർ ബ്രാൻഡ് ന്യൂ മാക്സിമം 1-to-1. ഓക്കെ, സോ അപ്പൊ അത്രയും പവർഫുൾ ആയ സാധനമാണ്. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് നടക്കും. നടക്കുമ്പോൾ നമ്മുടെ പ്രസന്റ് മീറ്റിംഗിൽ എത്തും വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ അറിയാതെ വരും. ആ മാറ്റങ്ങളാണ് നമുക്ക് ബിസിനസ് തരുന്നത്. നമ്മളറിയാതെ മെന്ററിംഗ് പോലും നടക്കുന്നുണ്ട്. നമ്മൾ 1-to-1 നടത്തുമ്പോൾ നമ്മളൊരു ഗുരുനാഥനെ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ BNA എന്ന് പറയുന്ന ഈ മനോഹരമായ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂക്ക് അപ്പുറത്തുള്ള കോടികൾ വരെയുള്ള ഒരു സിസ്റ്റവും കോടികൾ വരെയുള്ള ഒരു തോട്ട് പ്രോസസ്സും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്ന സത്യം നമുക്കൊക്കെ വേണ്ടല്ലോ. ഒരു എന്റർപ്രണർ എന്ന നിലയ്ക്ക് നമുക്ക് വേണ്ടത് സൊല്യൂഷൻസ് ആണ്. ട്രെയിനിങ് ആണെങ്കിൽ എന്താണ് സൊല്യൂഷൻസ് ആണ് വേണ്ടത്. സൊല്യൂഷൻസ് ഒന്നല്ല, സൊല്യൂഷൻ 1, 2, 3 ആൻഡ് മൾട്ടിപ്പിൾ സൊല്യൂഷൻ നമുക്ക് വേണം. എന്നിട്ട് അതിൽ നിന്ന് അനുയോജ്യമായ സൊല്യൂഷൻ നമ്മുടെ ഇൻഡസ്ട്രിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ സാധിക്കുക എന്നതിന് വേണ്ടിയുള്ള നല്ലൊരു ഓപ്പൺ മാർക്കറ്റ് ആണ് അല്ലെങ്കിൽ